ക്യൂരിയസ് ബോയ്സ്. ഞങ്ങൾ കദംപൂർ എത്തിയ ദിവസം രാത്രിയായപ്പോഴേക്കും ഞങ്ങളുടെ പെറ്റ് ഡോഗ്സും ഇവിടെ എത്തിച്ചേർന്നു. 2100 കിലോമീറ്റർ സഞ്ചരിച്ചാണ് അവർ ഞങ്ങളോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. വഴിയിലൊന്നും അവർ നന്നായിട്ട് ഭക്ഷണം കഴിച്ചിരുന്നില്ല. ഇവിടെ എത്തി ഞങ്ങളെ കണ്ടതിന് ശേഷമാണ് ഇപ്പോൾ ബിസ്ക്കറ്റും ഒക്കെ കഴിക്കുന്നത്. വഴിയിൽ ക്ഷീണമാവാതിരിക്കാൻ വേണ്ടി ഗ്ലൂക്കോസ് കലക്കി കൊടുത്തുകൊണ്ടിരുന്നു. എന്തായാലും അവരും സേഫായിട്ട് ഞങ്ങളോടൊപ്പം കദംപൂർ എത്തിച്ചേർന്നു. ഞങ്ങൾ ഗസ്റ്റ് ഹൗസിലാണ് താമസിക്കുന്നതെങ്കിലും ഞങ്ങൾക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന ക്വാർട്ടേഴ്സിലാണ് അവരെ പാർപ്പിച്ചിരിക്കുന്നത്. ദിവസവും 4 നേരം വന്ന് ഭക്ഷണമൊക്കെ കൊടുത്ത് അവർ സേഫാണോ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഗസ്റ്റ് ഹൗസിലാണ് താമസിക്കുന്നത്. ഞങ്ങളുടെ തിങ്സൊക്കെ ഇങ്ങ് എത്തിച്ചേരുന്നവരെയുള്ള ഒരു ടെമ്പററി അറേഞ്ച്മെൻറ്റാണ് ഇങ്ങനെ. എല്ലാ സാധനങ്ങളും എത്തിച്ചേരാൻ നെയ്വേലിയിൽ നിന്ന് കദംപൂരേക്ക് കൊണ്ടുവരുന്നതിന് ഏകദേശം 6-7 ദിവസം എടുക്കുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. കദംപൂരിലെ മഴയാണ് കൈ നീട്ടി നോക്കി. ഞാൻ വേണേൽ ഓടിപ്പോയി വണ്ടി എടുത്തോണ്ട് വരാം. അവിടെ പോയി നമുക്ക് വെടി കൊണ്ടുപോകാൻ പാടായിരിക്കും. അവിടെ മുറ്റത്തൊക്കെ ചാറ്റൽ മഴയോട് കൂടിയ ഒരു മോർണിംഗാണ് ഇന്ന്. ഞങ്ങൾ ഡോഗ്സിനെ നോക്കാനായിട്ട് രാവിലെ പുറത്തിറങ്ങിയതാണ്. ഗസ്റ്റ് ഹൗസിൽ നിന്ന് ക്വാർട്ടേഴ്സിലേക്ക് പോകണം. എന്നേടെ കാർ എടുത്തിട്ട് വരാൻ പോയപ്പോൾ ഞാനിവിടെ മുന്നിലുള്ള ഈ ഡാലിയ പൂക്കളൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. നല്ല ഭംഗിയുള്ള ഡാലിയ പൂക്കൾ ധാരാളം ഇവിടെ ഇടർന്ന് നിൽക്കുന്നുണ്ട്. പല കളറുണ്ട് കേട്ടോ. ഡാലിയ പൂക്കളാണ് പല കളറുണ്ട്. റോസ്, വൈറ്റ്. മഴയായതുകൊണ്ട് വെളിയിലോട്ടാണ് കണ്ടിട്ടുള്ളത്. അതെ, എല്ലാവർക്കും താണ്ട. ഇവിടെ ഞങ്ങളുടെ ക്വാർട്ടേഴ്സിൻ്റെ മുമ്പിൽ കുറച്ച് സ്ട്രീറ്റ് ഡോഗ്സും ഉണ്ട്. അവർക്കും കുറച്ച് ഭക്ഷണം കൊടുക്കാമെന്ന് കരുതി. പേപ്പറൊന്നും ആവശ്യമില്ല അവർക്ക്. കഴിക്കുന്നില്ല. വെള്ളം വേറെ എന്തെങ്കിലും എക്സ്പെക്ട് ചെയ്ത് വന്നോളൂ.
വെള്ളയ്ക്ക് ചിക്കനാണ് വേണ്ടത്. 4 പേര് വന്നിട്ടുണ്ട്. വെള്ളം കഴിക്കുന്നുണ്ട്. ഇത്രേ ഉള്ളൂ. ഇതാണ് ദാൾ. ഈ ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാനുള്ള കറിയാണ് ദാൾ. ഇനി ഗസ്റ്റ് ഹൗസിൽ ഞങ്ങൾക്ക് കഴിക്കാൻ കിട്ടുന്ന ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് കാണാം. ഇന്ന് ഞങ്ങൾ ഓർഡർ ചെയ്ത പൊങ്കലാണ്. പൊങ്കലും ചട്നിയും. ഇവിടുത്തെ ചട്നി നമ്മുടെ അവിടുത്തെ പോലെ തേങ്ങ അരച്ചിട്ടുള്ള ചട്നിയല്ല. ഇത് കപ്പലണ്ടി ആട്ടോ. കപ്പലണ്ടി അരച്ച് കപ്പലണ്ടി കൂടെ പച്ചമുളകും കുറച്ച് മല്ലിയിലയും വേറെ എന്തെങ്കിലും ഇലയുണ്ടോ എന്തോ അതൊക്കെ കൂടെ അരച്ച് ചേർത്ത് ഉണ്ടാക്കുന്നതാണ്. എനിക്കിഷ്ടപ്പെട്ടു, പക്ഷേ ഉണ്ണിയേട്ടന് ഇഷ്ടമായിട്ടില്ല. പൊങ്കൽ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പൊങ്കൽ ഇഷ്ടമായി, പക്ഷേ ചട്നി ഉണ്ണിയേട്ടന് ഇഷ്ടമായില്ല. എനിക്ക് പക്ഷേ പൊങ്കലും ചട്നി ഇഷ്ടമായി. ഹൗസിലെ നൈറ്റ് ഫുഡ് വന്നിരിക്കുകയാണ്. ബോയിൽഡ് എഗ്, ഇത് ആലു. ആൾറെഡി മോൻ കഴിച്ചിട്ട് പോയിട്ടുണ്ട്. ബാക്കി ശരിയെടുക്കാൻ പറ്റില്ല കേട്ടോ, ബാക്കിയാണ് കാണിക്കുന്നത്. പിന്നെ ചാവൽ റൈസ്, ചോറ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് ദാൽ തട്ടയാണ്. ആ തുറക്കുമ്പോൾ എടുക്കാം, കഴിക്കാൻ നേരത്തെ തുറക്കുമ്പോൾ എടുക്കാം. വെള്ളം, കുറച്ച് സാധനം. ഞാൻ രണ്ട് ദിവസം കഴിച്ചപ്പോൾ തന്നെ റൊട്ടി സബ്ജിയൊക്കെ കഴിച്ച് മടുത്തു. അതുകൊണ്ട് കിട്ടിയ സൗത്ത് ഇന്ത്യൻ ഫുഡ് മേടിച്ചു. പൊങ്കലും ചട്നിയും സാമ്പാറും. ടേസ്റ്റുണ്ട് കേട്ടോ. ഈ പൊങ്കലിനൊക്കെ ഒരു ടേസ്റ്റുണ്ട്. കുറച്ച് എരിവൊക്കെ ഉള്ള കുറച്ച് ഡിഫറൻറ്റ് പൊങ്കലാണെന്നേ ഉള്ളൂ. സൗത്ത് ഇന്ത്യൻ ഫുഡെന്ന് പറഞ്ഞ് തരുന്നതാണിത്. ഇന്നലെ ഖിച്ചടി, പൂരി. അപ്പോൾ ഖിച്ചടിയാണ് സൗത്ത് ഇന്ത്യൻ, പൂരി നോർത്ത് ഇന്ത്യൻ. പിന്നെ നൈറ്റ് സൂചി റവ ഉപ്മ, റൊട്ടി. അപ്പം എല്ലാം കുറച്ച് നമ്മളെടുത്ത് കഴിക്കുക. വേറെ നിവൃത്തിയില്ലല്ലോ. വീട്ടിൽ സാധനങ്ങൾ വരുന്നവരെ നമ്മൾ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. ടേസ്റ്റൊക്കെ ഉണ്ട്, കുറ്റം പറയാനൊന്നും പറ്റത്തില്ല. ടേസ്റ്റിയൊക്കെയാണ്. പക്ഷെ നമുക്ക് ഡെയിലി റൊട്ടി കഴിക്കുമ്പം ബുദ്ധിമുട്ടാണ്. റൈസുണ്ട്, ഉച്ചയ്ക്ക് റൈസുണ്ട്. പക്ഷേ ബസ്മതി റൈസിൻ്റെ പ്ലെയിൻ റൈസാണ്. കേട് ഇന്നലെ രാത്രി കേട് കിട്ടിയില്ല, കാരണം കേട് ഐസായിപ്പോയി ഇവിടുത്തെ തണുപ്പിന്.